വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക ഉത്സവത്തിൻ്റെ 5ാം ദിവസമായി ഇന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലെ അധ്യക്ഷനായി ഇന്നിവിടെയുള്ള ഞങ്ങളുടെ പ്രോഗ്രാം കൺവീനർ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന കല്ലിങ്കൽ ജയചന്ദ്രൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം കിഴക്കേക്കോട്ട പൗരസമിതിയുടെ പ്രസിഡന്റ് ശ്രീ PKS രാജൻ അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഞങ്ങളുടെ വനിതാ വിഭാഗം പ്രസിഡന്റ് ശ്രീമതി സതി തമ്പിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മനസ്സുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വയലാർ സാംസ്കാരിക വേദിയുടെ 5ാം ദിവസമായ ഇന്നത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രമുഖ സാഹിത്യകാരനും എഴുത്തുകാരനും സാംസ്കാരിക നായകനും കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനുകളുടെ നേതാവുമായ ശ്രീ കല്ലിങ്കൽ ജയചന്ദ്രൻ അവരെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, പ്രിയങ്കരനായ സ്വാഗതം പറഞ്ഞ ശാസ്ത്രമൂലം ഗോപൻ, ഈ സാംസ്കാരിക സമിതിയുടെ എല്ലാമായ മണക്കാട് രാമചന്ദ്രൻ ചേട്ടൻ, ഫ്രണ്ട്സ് ഓഫ് ട്രിവാൻഡ്രത്തിൻ്റെ പ്രിയങ്കരനായ നേതാവും എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ PKS രാജൻ ചേട്ടൻ, ശ്രീ വിജയകുമാർ, ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ വനിതാ നേതാക്കം വനിതാ പ്രവർത്തകരുമായ ശ്രീമതി സതി തമ്പി, മിനി ദീപക്, ഗായിക രഞ്ജിനി, എനിക്ക് ശേഷം ഇവിടെ ഒരു ഗസൽ സന്ധ്യ അവതരിപ്പിക്കുന്ന ആതിര മുരളി ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയങ്കരരെ, വളരെ നേരത്തെ തന്നെ ഈ യോഗത്തിന് എത്തണമെന്ന് വിചാരിച്ചതാണ്. 4:30 മണിക്ക് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ കവടിയാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുമാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് വലിയ റോഡ് മുഴുവൻ ബ്ലോക്കാണ്. നമ്മുടെ ആദരണീയായ രാഷ്ട്രപതി ഇന്നലെയും ഇന്നും നാളെയുമായി തിരുവനന്തപുരത്തും കേരളത്തിലും ശബരിമലയിൽ ഉൾപ്പെടെയുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയും വർക്കലയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്ക് നമ്മുടെ നാട്ടിലെ മൊത്തം നിശ്ചലമാക്കിയിരിക്കുകയാണ്. എന്നാലും നമ്മുടെ രാഷ്ട്രപതിക്കുള്ള ബഹുമാനാർത്ഥം ഉള്ള ഒരു ചടങ്ങായതുകൊണ്ട് നമുക്കതിന് വലിയ വിഷമമൊന്നുമില്ല. നമ്മൾ അല്പമൊക്കെ റോഡിൽ നിന്നെങ്കിലും 5:30 എത്തേണ്ട പരിപാടിയിൽ 6 മണിക്കെങ്കിലും എനിക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. വളരെ അത്ഭുതത്തോടു കൂടിയാണ് രാമേന്ദ്രൻ ചേട്ടനും വിജയകുമാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ഈ വയലാർ സാംസ്കാരിക വേദി, വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ പ്രോഗ്രാമുകളെ കാണുന്നത്. എനിക്ക് വളരെ വ്യക്തിപരമായൊരു സന്തോഷവും കൂടിയുണ്ട്. എൻ്റെ ഒരു സാഹിത്യ രചനയ്ക്ക്, എൻ്റെ പുസ്തകങ്ങളുടെ നിരൂപണത്തിന് ആദ്യമായി ഒരു അവാർഡ് തന്നത് മണക്കാട് രാമേന്ദ്രൻ ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമിതിയാണ്. അതുപോലെ വേദിയിലിരിക്കുന്ന PKS രാജൻ ചേട്ടനാണ് പൊതുപ്രവർത്തന രംഗത്തുള്ള എനിക്ക് മികവിനെ സംബന്ധിച്ച് എനിക്കൊരു അവാർഡ് നൽകിയത്. അങ്ങനെ 2 പേർ ഇവിടെ ഉണ്ട്. എൻ്റെ സ്ഥിരമായ സുഹൃത്തുക്കളാണ് ഈ വേദിയിലിരിക്കുന്ന മുക്കമ്പാലമൂട് രാധാകൃഷ്ണനും വിജയകുമാർ ചേട്ടനും PKS രാജനും ശാസ്ത്രമംഗലം ഗോപനും എല്ലാവരും. അവരുടെ എല്ലാ സാംസ്കാരിക പരിപാടികളിലും ഒരു സ്ഥിരം മുഖമായി വന്ന് 2 വാക്ക് സംസാരിക്കാനെങ്കിലും അവസരം തരിക എന്നുള്ള ഒരു ചുമതല അവർ നിർവഹിക്കാൻ അതിൻ്റെ ഒരു നന്ദിയും കൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു അത്ഭുതം തോന്നാറുണ്ടെന്ന് പറഞ്ഞതിന് കാരണം 18 വർഷമായി വയലാറിനെ അനുസ്മരിച്ചുകൊണ്ട് വയലാറിൻ്റെ പാട്ടുകളുടെയും കവിതകളുടെയും ഈണങ്ങളുടെയും അദ്ദേഹം രചിച്ച ജീവിതഗന്ധിയായ എല്ലാ കാവ്യശകലങ്ങളെയും സംബന്ധിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിനും അത് കൂടുതൽ ജനങ്ങളിലേക്ക്, പുതിയ കാലഘട്ടത്തിലെ യുവാക്കളിലേക്കും യുവതികളിലേക്കും കുട്ടികളിലേക്കും സന്നിവേശിപ്പിക്കുന്നതിനും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി പോലെ മറ്റൊരു പ്രസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. വയലാർ രാമവർമ്മയുടെ സാംസ്കാരിക സമിതി, തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഈ സാംസ്കാരിക സമിതി ഇല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ രംഗം എത്രമാത്രം വയലാറിനെക്കുറിച്ചുള്ള
തിരുവനന്തപുരത്തിൻ്റെ അറിവ്, പ്രത്യേകിച്ച് ഇവിടെ തലസ്ഥാനം എന്ന രീതിയിൽ ധാരാളം സാംസ്കാരിക പ്രവർത്തകരും കാവ്യാഭിരുചിയുമുള്ള കവികളും ഗാനരചയിതാക്കളും എല്ലാമുള്ള ഇത്രയും വലിയൊരു നഗരത്തിലൊരു ശൂന്യതയായി പോകുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാൻ എല്ലാ വർഷത്തെയും മിക്ക പ്രോഗ്രാമുകളിലും കഴിയുന്ന പ്രോഗ്രാമുകളിലൊക്കെ എത്താൻ ശ്രമിക്കാറുണ്ട്. ആ പരിപാടികളിലൊക്കെ തന്നെ ഒരു നിരവധിയായ സാംസ്കാരിക പ്രവർത്തകരെ, സിനിമാ രംഗത്തെ പ്രവർത്തകരെ, ഗാനരചയിതാക്കളെ, ഗാനരംഗത്തെ പ്രവർത്തകരെ, നമ്മുടെ ഗായികമാരെ എല്ലാം അണിനിരത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും നന്നായി തന്നെ വയലാർ രാമവർമ്മയെ അനുസ്മരിക്കുന്ന മറ്റൊരു സാംസ്കാരിക സമിതി ഇല്ല എന്നുള്ളതാണ്. വയലാർ അവാർഡ് കൊടുക്കുന്ന മറ്റൊരു സമിതി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒക്ടോബർ 27 ഇത്തവണ ഇ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിനാണ് ഇത്തവണത്തെ അവാർഡ്. എല്ലാ വർഷവും മികച്ച നോവലിനുള്ള അവാർഡ് ആ സമിതി കൊടുക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളേറെ ശ്രദ്ധിക്കപ്പെടുന്ന തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക മുഖമായി മാറിയിട്ടുള്ളത് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ ഈ വേദിയും ഈ ചടങ്ങുകളുമാണ് എന്ന് വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ 5ാമത്തെ ദിവസത്തെ പ്രോഗ്രാം ഇന്ന് വലിയ പ്രഗത്ഭരായ പ്രഭാഷകരൊന്നുമില്ല. ഉദ്ഘാടകനായി ചെറിയ വാക്കുകൾ പറയാൻ ഞാനും മുഖ്യപ്രഭാഷകനായി PKS രാജൻ ചേട്ടനും മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാലും ആദിരാമരുടെ ഗസൽ സന്ധ്യ, ഗസൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മളറിയാതെ പാട്ടിൽ ലയിക്കുകയും പാട്ടിനെ സ്നേഹിക്കുന്നവർക്കെല്ലാം ആത്മാവിൽ തഴുകിക്കൊണ്ടൊഴുകുന്ന ഗാനങ്ങളായി ഗസൽ മാറുകയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് ഗസൽ കേൾക്കുക എന്ന് പറയുന്ന ഗസൽ ആസ്വാദകരുടെ ഒരു നിര ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും, അല്ലെങ്കിൽ അവരത് കാണുകയും കേൾക്കുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ ആതിരാമുരളിയുടെ ആ ഗസൽ സന്ധ്യയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അത് കുറച്ച് വാക്കുകളെ പറയുന്നുള്ളൂ. വയലാർ രാമവർമ്മയെക്കുറിച്ച് ഇന്നലെ ഇന്നുമായി നിരന്തരമായി ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിനെക്കുറിച്ച് നിരവധിയായ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗാനശാഖയെ സംബന്ധിച്ച്, കവിതാ മേഖലയെ സംബന്ധിച്ച്, അദ്ദേഹം എഴുതിയ നാടക ഗാനങ്ങളെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിത രീതികളെ സംബന്ധിച്ചെല്ലാം നിരവധിയായ ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹം ജീവിച്ചിരുന്നുണ്ടെങ്കിൽ 97 വയസ്സാകുമായിരുന്നു. 97 വയസ്സൊരു വലിയ വയസ്സല്ല. 47ാമത്തെ വയസ്സിലാണ് വയലാർ രാമവർമ്മ മരിച്ചു പോകുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മരണദിവസത്തെ സംബന്ധിച്ച് അതിൻ്റെ ചില പഴയ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ അറിയാം. ഏതെങ്കിലും ഒരു സാഹിത്യകാരന്, ഒരു എഴുത്തുകാരന്, ഒരു കവിക്ക്, ഒരു ഗാനരചയിതാവിന്, ഒരു ചലച്ചിത്ര പ്രവർത്തകന് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസത്തെ അന്ത്യയാത്രയ്ക്ക്, ചേർത്തല വരെ പോകുന്ന അന്ത്യയാത്രയ്ക്ക് ഇത്രയധികം ജനാവലി പങ്കെടുത്ത ഒരു അന്ത്യയാത്ര ലഭിച്ചിട്ടേയില്ല. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടമല്ല, TV ചാനലുകൾ ഇന്നത്തെ പോലെയുള്ള കാലഘട്ടമല്ല. ഇന്നൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കാനും സെൽഫി എടുക്കാനും TV-യിൽ മുഖം കാണിക്കാനും ഒക്കെ ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട്. എല്ലാ ഇത്തരം VIP-കളുടെ മരണങ്ങളിലെല്ലാം അത്തരം ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതിനേക്കാളേറെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കവിയോടുള്ള ആത്മസമർപ്പണമായി ആയിരക്കണക്കിന് മനുഷ്യരാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ കൂടെ പോയതെന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിരവധിയായ സന്ദർഭങ്ങളെ സംബന്ധിച്ച് ഒരു കവിത എഴുതുമ്പോൾ അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മൂഡ്, ഒരു കാലാവസ്ഥ ഒരുക്കുന്നതിന് വേണ്ടി അതിൻ്റെ സംവിധായകരും നിർമ്മാതാക്കളും ചെയ്യുന്ന ചില ഇടപെടലുകൾ, അതെല്ലാം ഒരു സർഗാത്മകത ഉണർത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. ആലോചിച്ചോണം എത്ര കാത്തിരുന്നു അന്നത്തെ നിർമ്മാതാക്കളും അന്നത്തെ ചലച്ചിത്ര പ്രവർത്തകരും ഇദ്ദേഹത്തിൻ്റെ ഒരു ഗാനം കിട്ടാൻ വേണ്ടി. ഇന്നലെ ഇവിടെ എൻ്റെ അടുത്ത് മുക്കമ്പാലമോട് രാധാകൃഷ്ണൻ ചേട്ടൻ പറയുകയായിരുന്നു, വയലാർ ദേവരാജൻ മാഷിൻ്റെ ദ്വയത്തെ ആ പാട്ടുകളാണ് ഇന്നലെ ഇവിടെ ആലപിച്ചതെന്ന്. മലയാള ചലച്ചിത്ര രംഗത്ത് ഏകദേശം 2000-ൽ പരം പാട്ടുകൾ, എനിക്ക് തോന്നുന്നത് 250-ൽ പരം സിനിമകളിലായി 2000-ൽ പരം പാട്ടുകളാണ് വയലാർ നമുക്ക് സംഭാവന ചെയ്തത്. അതിനേക്കാളേറെ അതിനു മുമ്പ് എനിക്ക് 1962-ലാണ് അദ്ദേഹം ഗാനരചനാ രംഗത്തേക്ക് വന്നത്. അതൊരു യാദൃച്ഛികമായി ഗാനരചനയ്ക്ക് വന്നതിന് കാരണം അദ്ദേഹത്തിന് വിപ്ലവ കവിതകൾ ധാരാളം പേർ എഴുതിയിട്ടുണ്ട്. ONV എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നിരവധി പേർ അക്കാലത്ത് ഈ വയലാറിൻ്റെ ജനിച്ച സമയമൊക്കെ, ആ സമയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഏട്, മാത്രമൊന്നുമല്ല, ചരിത്രപ്രധാനമായൊരു ഏടാണ്. സർ CP-ക്കെതിരെയുള്ള വലിയ കോലാഹലം, വലിയ പടനയിക്കൽ നമ്മുടെ
തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് വയലാറും പുന്നപ്രയും വയലാറിലും നടക്കുന്നൊരു കാലഘട്ടമാണ്. അവിടുത്തെ ഒരു ഗ്രാമം ഒന്നാകെ ഒഴുകി അവിടുത്തെ ആ സംവിധാനത്തിന്, ഭരണ സംവിധാനത്തിനെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കൻ മോഡൽ, അറബിക്കടലിൽ അമേരിക്കൻ മോഡൽ എന്നാണ് സർ സി വി പ്രഖ്യാപിച്ചത്. തിരുവിതാംകൂറിന് പ്രത്യേക രാജ്യമാക്കണമെന്നും തിരുവിതാംകൂറിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ കഴിയില്ല എന്നും ഇതൊരു പ്രത്യേക രാജ്യമായി നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ പറഞ്ഞുകൊണ്ടാണ് സർ സി പി അന്നത്തെ പ്രസംഗങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണ നടപടികളെല്ലാം സ്വീകരിച്ചെന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ ലയിക്കാത്ത ഒരു ഇതിനെ സംബന്ധിച്ച് അന്നത്തെ ദേശീയവാദികൾക്കും അന്നത്തെ പ്രവർത്തകർക്കും അന്നത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും, ഒരാൾക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷേ സർ സി പി ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം, ആ ഒരാൾ ശബ്ദിച്ചാൽ അവൻ അപ്പോൾ തന്നെ തുറങ്കലടയ്ക്കുന്ന ഒരു കാലഘട്ടം, വധിക്കാനും മടിക്കാത്ത അത്ര ക്രൂരമായ, അത്രയും വളരെ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ കാലഘട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് വളരെ സ്പോണ്ടേനിയസായി ഒരു സമരം, വളരെ യാദൃച്ഛികം എന്ന് പറഞ്ഞാൽ വളരെ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അപ്പോൾ വളരെ നിലച്ചിരിക്കാതെ ഒരു ജനക്കൂട്ടം ഒന്നാകെ സമരരംഗത്തേക്ക് വരുന്ന വയലാറും പുന്നപ്രയിലും സമരരംഗത്തേക്ക് വരുന്ന ആ ചരിത്രം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും കൂടി ചരിത്രം അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ എന്നാലും ആ ചരിത്രം, ആ അത്തരത്തിലുള്ള ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണിലാണ് വയലാർ രാമവർമ്മ ജനിക്കുന്നത്. അത് നമ്മൾ സാധാരണ പേര്, അദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിലല്ല, കുറച്ച് ഉന്നത കുലജാതനാണ്, നല്ല ആഠ്യത്വമുള്ള ഒരു കുടുംബത്തിലാണ്. ആഠ്യത്വം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, ആഠ്യത്വം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് അന്നത്തെ കാലത്ത് ആഠ്യത്വത്തിന് പ്രത്യേകിച്ചൊരു അർത്ഥമുള്ളതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. നിങ്ങളാരും അങ്ങനെ അതിനകത്തൊരു തെറ്റിദ്ധരിക്കത്തക്ക രീതിയിലല്ല ആ വാക്ക് ഉപയോഗിച്ചത്. എന്നാലും കുറച്ചുകൂടി അന്നത്തെ സമൂഹത്തിനകത്ത് ഉയർന്നു നിൽക്കുന്ന ഇത്തരം സമരങ്ങളിലും പ്രക്ഷോഭങ്ങളിലും ഇറങ്ങി വരാൻ മാനസികാവസ്ഥ ഉള്ളവരല്ല അത്തരക്കാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു മാനസിക ഘടനയിൽ വളർന്നു വന്ന വയലാർ രാമവർമ്മ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ ഉത്തേജിപ്പിക്കുന്നത് ഈ സമരങ്ങളായിരുന്നു. വയലാർ രക്തസാക്ഷിത്വവും ആണ് അതിനെ സംബന്ധിച്ച്. അദ്ദേഹം 2-3 കവിതകൾ, എനിക്ക് തോന്നുന്നത് ആലപ്പുഴ ചന്തയിൽ കുഞ്ഞുങ്ങളെ വിൽക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടൊരു കവിതയുണ്ട്. ആ കവിതയുടെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. 5-ാമത്തെ ആറണയ്ക്ക് എന്നാണ് തുടങ്ങുന്നത്. ആറണയ്ക്ക് എന്നുള്ളൊരു കവിത. ആറണയ്ക്ക് കുട്ടിയെ വിൽക്കാൻ പോകുന്ന ഒരു സ്ത്രീയുടെ കവിതയാണത്, സ്ത്രീയെക്കുറിച്ചുള്ള കവിതയാണ്. അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം അങ്ങനെയായിരുന്നു. കുട്ടികളെ വിറ്റെങ്കിലും വിശപ്പടക്കണം. കുട്ടികളെ വിൽക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത ആർക്കെങ്കിലും കുട്ടികളെ കൊടുക്കുക. ഇന്നത്തെ പോലെ ദത്ത് നിയമമൊന്നും നിലവിലില്ല. അതുകൊണ്ട് കുട്ടികളെ കൈമാറുന്നതും പണത്തിന് കൊടുക്കുന്നതും അന്നൊക്കെ കുട്ടികളില്ലാത്ത അച്ഛനമ്മമാർക്കും കുട്ടികളെ കൈമാറുന്നതൊക്കെ അന്നത്തെ ഒരു സംഭവമായിരുന്നു. അത് വലിയൊരു കാര്യമല്ല. പക്ഷേ അതിനൊരു ചന്തയുണ്ടായിരുന്നു. ചരിത്രം രേഖയാണോ എന്ന് അറിഞ്ഞുകൂടാ. എന്നാലും വയലാർ പാടിയിട്ടുണ്ട് അങ്ങനെ. ആറണയ്ക്ക് കുട്ടിയെ കൊടുക്കാൻ പോകുന്ന കഥയും, 4 നാണി കൊടുത്തത്, ഇനി 6 എൻ്റെ കുട്ടിയെ വാങ്ങുമോ എന്ന് പറയുന്ന ആ ഒരു സ്വയം പറയുന്ന ഒരു വിഷയം എല്ലാം കൂടി ചേർത്തുകൊണ്ട് വയലാർ കവിത എഴുതിയിട്ടുണ്ട്. അങ്ങനെ നാട്ടിലെ പാവങ്ങളോട്, സാധാരണക്കാരോട് താതാമ്യം പ്രാപിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ നിന്നുള്ള അവരുടെ കവിതകൾ രചിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. യഥാർത്ഥത്തിൽ ഇതാണ് വയലാർ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സിനിമാ പ്രവർത്തകർ അദ്ദേഹത്തിന് ഗാനരചനയ്ക്ക് വേണ്ടി നിർബന്ധിക്കുന്നത് ഘട്ടങ്ങളൊക്കെയാണ്. ആദ്യത്തെ സിനിമ എനിക്ക് തോന്നുന്നത് ഒരു പ്രശസ്തമായ സിനിമയായിരുന്നു. ആ സിനിമ പുറത്തിറങ്ങിയില്ല. പക്ഷേ അതിൻ്റെ ഗാനങ്ങൾ വളരെ വേഗം തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്നത്തെ പോലെ കാസറ്റുകളൊന്നുമുള്ള സമയമൊന്നുമല്ല. കാസറ്റുകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആകാശവാണി ഉൾപ്പെടെയുള്ള ഗാനങ്ങളെ കേൾക്കുകയുള്ളൂ. പിന്നീട് പാടി ഈ പാട്ടുകൾ കേട്ട് മറ്റുള്ളവർ പാടി ഇതുപോലെയുള്ള യോഗങ്ങളിലും രാഷ്ട്രീയ യോഗങ്ങളിലുമൊക്കെ പാടിയാണ് പാട്ടുകൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് വിപ്ലവ പാട്ടുകൾക്കെല്ലാം അന്ന് ആളെ കിട്ടിയത്. പാട്ട് കേൾക്കാൻ ആളെ കിട്ടിയതിന് കാരണവും പാട്ട് കേൾക്കാനും പാട്ട് വീണ്ടും പാടാനും കിട്ടിയ ഒരു അനുഭവത്തിന് കാരണം തന്നെ അങ്ങനെ പാടാൻ മൈക്ക് കിട്ടിയെന്നുള്ളതുകൊണ്ടാണ്. ചെറിയ കോളാമ്പി മൈക്കുകളും ചെറിയ പെട്രോമാക്സ് ലൈറ്റുകളും വച്ചുകൊണ്ട് ഇന്നത്തെ പോലെ അമ്പലപ്പറമ്പിൽ വന്ന് ഇത്തരം പാട്ടുകൾ പാടുമായിരുന്നു. ഇന്ന് അമ്പലപ്പറമ്പിൽ ഇത്തരം പാട്ടുകൾ കേൾക്കാനില്ല. ഇന്ന് രാഷ്ട്രീയ യോഗങ്ങൾ മാത്രമായി വയലാറിൻ്റെ ഉൾപ്പെടെയുള്ള പാട്ടുകൾ ഇന്ന് കേൾക്കാനില്ല. ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട് ഇന്ന് ഏതെങ്കിലും അമ്പലപ്പറമ്പിൽ കേൾക്കാൻ കഴിയുമോ? ബലികുടീരങ്ങളെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം എഴുതിയതാണ്. ആ പാട്ടിൻ്റെ അർത്ഥം എത്രയോ മഹത്തരമാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പാട്ട് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിൻ്റെ ഏറ്റവും മൂല്യവത്തായ രാഷ്ട്രീയം ചൂണ്ടിക്കാണിക്കുന്നതാണ് ബലികുടീരങ്ങളെ എന്നുള്ള പാട്ട്. പക്ഷേ ഇന്ന് അത്തരം പാട്ടുകൾ കേൾക്കണമെങ്കിൽ ഇന്ന് പിന്നെ വേറെ സംവിധാനമുണ്ട്. അന്ന് അങ്ങനെയല്ല. അന്നത്തെ കാലത്ത് രാഷ്ട്രീയ യോഗങ്ങളിലുമൊക്കെ തന്നെ വയലാറിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ജനങ്ങൾ അങ്ങനെയാണ് അദ്ദേഹം ഒരു വിപ്ലവ കവിയായി പെട്ടെന്ന് അറിയപ്പെട്ടത്. നമുക്ക് ഇന്നും വിപ്ലവ കവികളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വേടൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വേടൻ്റെ പാട്ടുകളെ സംബന്ധിച്ചെല്ലാം കേട്ടിട്ടുണ്ടാവും. അത് തെറ്റൊന്നും പറയുന്നില്ല. ജനങ്ങളെ ത്രസിപ്പിക്കാൻ വേണ്ടി, കുട്ടികളെ ത്രസിപ്പിക്കാൻ വേണ്ടി, യുവാക്കളെ ത്രസിപ്പിക്കാൻ വേണ്ടി മുമ്പ് പോപ്പ് ഗാനങ്ങളെന്നും അല്ലാതെ BTS എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പെൺകുട്ടികൾ പാടുന്ന BTS ഒക്കെ ഉണ്ട്. നമ്മളെ കൊറിയയിലെ BTS പാട്ടുകൾ,
അതിന് മുമ്പ് പോപ്പ് ഗാനങ്ങൾ, ഈ ഇംഗ്ലീഷ് പോപ്പ് ഗാന, മൈക്കിൾ ജാക്സൺ ഉൾപ്പെടെ പാടിയ പോപ്പ് ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം അത്തരം ഗാനശൈലികൾ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് വേടൻ ഉൾപ്പെടെ പാടുന്ന പാട്ടുകൾ ഞാൻ നിരാകരിക്കുന്നതോ അതിനെ തെറ്റായി പറയുന്നതോ അല്ല. അത് ധാരാളം ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്, പഴയ ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ അയിത്തം ഉൾപ്പെടെയുള്ള അനാചാരങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അതിനകത്തുണ്ട്. ഇപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ സംബന്ധിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വലിയ കാഹളമായി അത്തരം പാട്ടുകൾ മാറുന്നുണ്ട്. ആ പാട്ടുകളൊക്കെ ഞാൻ അങ്ങനെ തള്ളിക്കളയുന്നില്ല. അതുപോലെ തന്നെയാണ് വിപ്ലവത്തിൻ്റെ പാട്ടുകൾ ഉയർത്തിക്കൊണ്ടുവന്നാണ് ഗദർ എന്ന് പറയുന്ന തെലുങ്കിലെ ഏറ്റവും വലിയൊരു കവി, മഹാകവി. പക്ഷേ മഹാകവിയായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹം ഒരു നക്സലായി പിന്നീട് ചിത്രീകരിക്കപ്പെടുകയുണ്ടായി. എന്നാലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും ആവേശത്തോടു കൂടി കേൾക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട്. ആ സമയത്താണ് ONVയുടെ രചനകൾ വരുന്നത്, P. ഭാസ്കരൻ്റെ രചനകൾ വരുന്നത്. പക്ഷെ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി വേറിട്ട് മാനവികതയുടെ, മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, മനുഷ്യൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ധാരാളം പാട്ടുകൾ വയലാറിന് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വയലാറിന് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വയലാറിന് ആ പാട്ടുകൾക്കനുസരിച്ച്, അതിൻ്റെ ഈണങ്ങൾക്കനുസരിച്ച് ദേവരാജൻ മാഷിന് അതിന് ഈണം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം, വയലാർ ദേവരാജൻ എന്ന് പറഞ്ഞ കൂട്ടുകെട്ട് എപ്പോഴും അങ്ങനെയാണ്. അന്നത്തെ കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ, അന്നത്തെ കാലത്തെ സിനിമകൾ പരിശോധിച്ചാൽ വയലാർ ദേവരാജൻ, പഴയ സിനിമ പോസ്റ്റർ കാണുമ്പോൾ അറിയാം, സംവിധായകനെക്കാളും നിർമ്മാതാവിനേക്കാളും തിരക്കഥാകൃത്തിനേക്കാളും അന്ന് ഗാനങ്ങൾക്കായിരുന്നു ഏറ്റവും പ്രാധാന്യം. അതിന് പ്രധാനപ്പെട്ട കാരണം വയലാർ ദേവരാജൻ മാഷത്തിൻ്റെ കൂട്ടുകെട്ടാണ്. അന്ന് ധാരാളം, ഇന്ന് എനിക്ക് തോന്നുന്നു 1962 വയലാർ അദ്ദേഹത്തിൻ്റെ ഗാനരചന, ഈ രംഗത്തുള്ള ഗാനരചന ആരംഭിച്ച മുതൽ അദ്ദേഹം 75 മരിക്കുന്നവരെ 10-13 കൊല്ലം കേരളത്തിൽ മലയാളികളുടെ ഗാനരംഗത്തെ ഏറ്റവും സുവർണ്ണ കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ONV, P. ഭാസ്കരൻ എഴുതിയ ഗാനങ്ങൾ അതിന് മുമ്പും പിമ്പും എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹരീഷിനൊക്കെ എഴുതുന്ന പാട്ടുകൾ ധാരാളം വരുന്നുണ്ട്, അല്ലെങ്കിൽ കൈതപ്രഭ എഴുതുന്ന ഗാനങ്ങളുണ്ട്. എങ്കിൽ തന്നെയും മനുഷ്യൻ്റെ ഹൃദയത്തോട് ചേർന്നുകൊണ്ട് സ്ത്രീയെന്നും പുരുഷനെന്നും വ്യത്യാസമില്ലാതെ മനുഷ്യൻ, ലിംഗഭേദമില്ലാതെ മനുഷ്യൻ ജീവിക്കണമെന്ന് അടയാളപ്പെടുത്തുന്ന പാട്ടുകൾ, ജാതിക്കും മതത്തിനും അപ്പുറത്തേക്കും മനുഷ്യനാണ് വലുത്, മാനവികതയാണ് വലുത് എന്ന് അടയാളപ്പെടുത്തുന്ന പാട്ടുകൾ, എത്രയോ പാട്ടുകൾ, നിരവധിയായ പാട്ടുകൾ അവിടെ നിന്ന് ആ വയലാറിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. നമുക്കൊരിക്കലും എനിക്ക് ആ പാട്ടുകളൊന്നും അങ്ങനെ പറയാൻ അറിഞ്ഞുകൂടാ. പക്ഷേ വയലാറിൻ്റെ ഓരോ ഗാനങ്ങളിലും ഓരോ വരികളിലും ആയിരക്കണക്കിന് സന്ദേശങ്ങൾ, ആയിരക്കണക്കിന് അറിവുകൾ അതിനകത്തുണ്ട്. ഓരോ വരിയിലും ഓരോ വാക്കിലുമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ആ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. വയലാറിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു ബിഷപ്പിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർക്കാത്തത് കൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. വയലാർ ആദ്യം പഠനത്തിലൊട്ടും മികച്ചൊരു വിദ്യാർത്ഥിയല്ലായിരുന്നു. മാത്സ് ആണെങ്കിൽ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മാത്സ് കാണുമ്പോഴേ അദ്ദേഹത്തിന് വെറുപ്പാണ്. സയൻസ് ഒട്ടുമേ അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാമൻപിള്ള എന്ന് പറയുന്ന അധ്യാപകൻ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് അത്യാവശ്യം മലയാളം എഴുതാൻ അറിയാം, നിനക്ക് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമായിരിക്കുമെന്ന് ഉപദേശ രൂപേണയെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് വയലാറിനോട്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ബാല്യത്തിൽ ഒരു അങ്ങനെ മിടുക്കനല്ലാത്ത, അതും എഴുതൽ മിടുക്ക് എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല, പക്ഷെ അത് കണ്ടെത്തുകയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ആവേശം കൊണ്ട് ഇത്തരം ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളുമായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം കൊണ്ട് അദ്ദേഹം അതിനകത്ത് ആ കവിതകളിലേക്ക് എടുത്തിയാടുകയാണ്. വളരെ വളരെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ചൈനീസ് യുദ്ധം നടക്കുന്നൊരു കാലഘട്ടമാണ്. ചൈന ഇന്ത്യ ആക്രമിക്കുന്ന 1962 കേരളത്തിലൊക്കെ വലിയ ചർച്ചയാണ്. കേരളത്തിൽ 2 പക്ഷങ്ങളുണ്ടായിരുന്നു അന്ന്. ചൈന ആക്രമിക്കുന്നത് ശരിയാണോ, ആക്രമിക്കുന്നത് തെറ്റാണോ, ഇന്ത്യയെ ചൈന ആക്രമിക്കാമോ, ചൈനയുടെ ആക്രമണമാണോ ശരി എന്നൊക്കെ തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് രാഷ്ട്രീയം പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഈ വേദി അതിനല്ലാത്തതുകൊണ്ടും ഞാൻ അത്തരം സന്ദർഭങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും പോകുന്നില്ല. അന്ന് ചൈന പക്ഷത്തിനെതിരെ, ചൈന പക്ഷം കുറച്ച് കൂടുതലായിരുന്നു കേരളത്തിൽ അന്ന് ഇന്നുമൊക്കെ കൊണ്ട്, അതൊക്കെ ശരിയാണ്. ചൈനയ്ക്കെതിരെ ഒരു പാട്ട് പാടാൻ ധൈര്യം കാണിച്ചു. അത് വലിയ ധൈര്യമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇന്നിപ്പോൾ ഇടതുപക്ഷം ഭരിക്കുകയാണ്, ഇടതുപക്ഷത്തിനെതിരെ ഒരു പാട്ട് എഴുതാൻ അങ്ങനെ ഏതെങ്കിലും കവികൾ തയ്യാറാകുമോ? എഴുതുകയാണെങ്കിൽ തന്നെ ഒളിച്ചും പതുങ്ങിയൊക്കെ 1-2 കവിതകൾ. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്, അതെനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, കേന്ദ്രത്തിൽ BJPക്ക് ഗവൺമെൻറ്റിനെതിരെ ഒരു പാട്ട് എഴുതാൻ മറ്റാരും കവികൾ തയ്യാറാകുമോ? അതൊരു സ്വാഭാവികമായി മനുഷ്യൻ്റെ ഉള്ളൊരു ഭയത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അത് ഓവർകം ചെയ്യുക എന്ന് പറഞ്ഞാൽ അനിതര സാധാരണമായ ബുദ്ധിയും വൈഭവവും നിശ്ചയദാർഢ്യമുള്ളവർക്ക് മാത്രമേ അതിനെ ഓവർകം ചെയ്തുകൊണ്ട്, അതിനെയും മറികടന്നുകൊണ്ട് അത്തരം ഒരു രചനയിലേക്ക് എഴുതാൻ. ചൈനയെക്കുറിച്ച്, ചൈനയ്ക്കെതിരെ ഒരു കവിത പാട്ടെനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരുന്നില്ല, എങ്കിലും അതാണ്. അങ്ങനെ ആശയങ്ങളെ അദ്ദേഹം വളരെ കൃത്യമായി, ഏതെങ്കിലും ഒന്നിന് അടിമയല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ട്, സ്നേഹിക്കയില്ല ഞാൻ ആത്മാവിനെ,
സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ പാടാൻ ആർക്ക് കഴിയും? അങ്ങനെ പാടാൻ സ്നേഹിക്കയില്ല ഒന്നിനെയും ഞാൻ. അത് മാനവികതയെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും. അതിനകത്ത് എല്ലാം ഉണ്ട്. തത്വശാസ്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 1+1=2. അതിനപ്പുറത്തേക്ക് തത്വശാസ്ത്രം മാറില്ല. തത്വശാസ്ത്രത്തിന് എപ്പോഴും അങ്ങനെയാണ്, ഒരു റിജിഡായി ഒരു ലൈനിലൂടെ മാത്രമേ നീങ്ങാൻ കഴിയുള്ളൂ. 1 2 ധാരാളം അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരവസ്ഥ നിശ്ചയിക്കുന്നതാണ് തത്വശാസ്ത്രം. തത്വശാസ്ത്രങ്ങൾക്ക് അതിന് ഒരു ലൈനിന് മാറി അപ്പുറത്തോ ഇപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അത് ആ ഒരു ലൈനിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് മാനവികതയെ സംബന്ധിച്ച തത്വശാസ്ത്രങ്ങൾ ഉണ്ടാവാം, ദൈവവിശ്വാസത്തെ സംബന്ധിച്ച തത്വശാസ്ത്രം ഉണ്ടാവാം, ഈ സ്വർഗ്ഗരാജ്യത്തെ സംബന്ധിച്ച തത്വശാസ്ത്രം, പല തത്വശാസ്ത്രങ്ങളും ഫിലോസഫി ഉണ്ടാവാം. പക്ഷേ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അതിനെയെല്ലാം തന്നെ മാനവികതയ്ക്കനുസരിച്ചല്ലാതെ ഒരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കയില്ല ഞാനെന്ന് പ്രഖ്യാപിച്ച കവിയും കൂടിയാണ്. ഇങ്ങനെ നിരവധിയായ സന്ദർഭങ്ങൾ എൻ്റെ മുന്നിൽ വരുന്നുണ്ട്. സ്ത്രീകളെക്കുറിച്ചും ജാതികളെക്കുറിച്ചും അതിൻ്റെ വ്യർത്ഥതകളെ സംബന്ധിച്ചും ഈ എല്ലാം ഓരോ നിമിഷത്തിലും അദ്ദേഹം എഴുതിയ കവിതകൾ, ഓരോ കവിതകളും ഒരു ദിവസം തന്നെ 2 കവിത എഴുതിയാൽ 2നും 2 ആശയതലങ്ങൾ, 2 വ്യക്തമായ ദിശാബോധങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നൽകാൻ കഴിഞ്ഞു ഉള്ളൊരു കവിയാണ് വയലാർ. ഞാൻ എന്തായിരുന്നാലും കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ഈ സമയത്തെ ഞാൻ അപഹരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഈ അടുത്ത പാട്ടുകൾക്ക് കേൾക്കാനുമുള്ള എല്ലാം നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ്. ഈ മനോഹര തീരത്തൊരു ജന്മം കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഏകദേശം അദ്ദേഹത്തിൻ്റെ മരണത്തിന് കുറച്ചു കാലം മുമ്പാണ് ഈ മനോഹര തീരത്തൊരു ജന്മം കൂടി എന്ന് അദ്ദേഹം എഴുതുന്നത്. 47ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. നമുക്ക് ആലോചിക്കും, ചിലപ്പോൾ 47ാമത്തെ വയസ്സിൽ മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യുവാവായ ഫോട്ടോ നമുക്ക് ഇന്നും കാണുന്നത്. 97ാമത്തെ വയസ്സിൽ മരിക്കുന്നവരെക്കുറിച്ചുള്ള ചിന്തയെക്കാളും വളരെ ദീപ്തമായ ഒരു സ്മരണകൾ, അല്ലെങ്കിൽ നമുക്കെല്ലാം വളരെ സന്തോഷം തരുന്നൊരു ഓർമ്മകൾ ആ കുറച്ചു കാലത്തെ ജീവിതം 47 വയസ്സിനകത്ത് അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വയലാർ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഈ മനോഹര തീരത്ത് നമുക്കെല്ലാം കൂടുതൽ കാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവും. വയലാറും അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. എന്തായിരുന്നാലും എനിക്ക് വലിയ സന്തോഷം ഉള്ളൊരു സന്ദർഭം കൂടിയാണിത്. എനിക്ക് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ കൊടുക്കുന്ന അവാർഡുകൾ വലിയ സന്തോഷമുള്ളതാണ്. ഈ സന്തോഷത്തിനെ സംബന്ധിച്ച് യുവ നോഹാരഹരി എന്ന് പറയുന്ന പ്രശസ്തനായ നരവംശ ശാസ്ത്രജ്ഞൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. കഥയല്ല, ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിലാണ്. അത് വലിയ സമ്പന്നൻ, അദ്ദേഹം സ്ഥിരമായി ഒരു ശീതീകരിച്ച മുറിയിൽ, എല്ലാ സൗകര്യമുള്ള മുറിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ മടുക്കും. അദ്ദേഹം വിചാരിക്കും കടൽക്കരയിൽ കാറ്റ് കൊള്ളുന്ന ജനലുള്ള ഒരു മുറിയിലേക്ക് എനിക്ക് താമസം മാറണം എന്നാഗ്രഹിക്കും. അദ്ദേഹം അവിടെ ചെന്ന് 2-3 ദിവസം കിടക്കും. അദ്ദേഹത്തിന് ഒരു സന്തോഷം, അദ്ദേഹം ആ ദിവസം അനുഭവിക്കുന്ന സന്തോഷത്തിനേക്കാളും ഒരല്പം സന്തോഷം കൂടുതൽ കിട്ടും. ആ സന്തോഷത്തിന് ആഗ്രഹിക്കും. തെരുവിൽ കിടക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യൻ നിരന്തരം മഴയും വെയിലും കൊണ്ട് കിടക്കുകയാണ്. നമ്മൾ ആരെങ്കിലും ചെന്നൊരു പുതപ്പ് കൊണ്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷം കിട്ടി. ഈ 2 സന്തോഷവും തുല്യമാണ് എന്ന് നോവാഹാരി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ വലിയ അവാർഡുകൾ കിട്ടുന്നവരുണ്ടാവാം, പക്ഷേ വലിയ അവാർഡുകൾക്ക് തുല്യമായ സന്തോഷമാണ് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി കൊടുക്കുന്ന ചെറിയ കാര്യങ്ങൾക്കുള്ള ചെറിയ അവാർഡല്ല, വലിയ അവാർഡാണത്. ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആഹ്ലാദകരമായൊരു നിമിഷമാണ് ഈ സാംസ്കാരിക വേദി നിരവധി അഭിമാന അവാർഡുകളിലൂടെ നൽകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനം ഈ വൈകിയ വേളയിൽ ചെറിയൊരു പ്രസംഗം നടത്തി അവസാനിപ്പിക്കുന്നു. ഇതിനെ വിളിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്നതായി തിരുവനന്തപുരത്തെ ഉന്നത സാംസ്കാരിക പ്രവർത്തകനും കിഴക്കേക്കോട്ട പൗരസമിതിയുടെ പ്രസിഡന്റും ഫ്രണ്ട്സ് ഓഫ് ട്രിവാൻഡ്രത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീ P.K. രാജൻ അവറുകളെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മുക്കമ്പാലമൂട് രാധാകൃഷ്ണൻ, അദ്ദേഹം തലസ്ഥാനത്തെ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ നിറസാന്നിധ്യമാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ ജയചന്ദ്രൻ കല്ലിങ്കൽ, അദ്ദേഹം വയലാറിനെ കുറിച്ച് നല്ലൊരു പ്രഭാഷണമാണ് ഇവിടെ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ചും ഒക്കെ. ശ്രീ കല്ലിങ്കൽ ജയചന്ദ്രൻ കേരളത്തിൽ അറിയപ്പെടുന്ന സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിൻറ്റ് കൗൺസിലിൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. പോരാട്ട വീതിയിൽ പോർമുഖങ്ങൾ തുറന്ന് സർക്കാർ ജീവനക്കാരുടെ
വിഷയങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയും പങ്കാളിത്ത പെൻഷനും വേണ്ടിയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വലിയ ജാഥയൊക്കെ നടത്തി കോടതിയിൽ പങ്കാളിത്ത പെൻഷന് വേണ്ടി കേസൊക്കെ നടത്തിയ ഒരാളാണ്. അതുപോലെ തന്നെ സതി തമ്പി, നമ്മുടെ RS വിജയമോഹൻ, അദ്ദേഹം അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. വാർത്താമാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മളിതിൻ്റെ കരുത്തനായ സാരഥി ശ്രീ മണക്കാട് രാമചന്ദ്രൻ. ഈ കരുത്തെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് തടി കൊണ്ടോ പൊക്കം കൊണ്ടോ ഒന്നും അല്ല, അദ്ദേഹത്തിൻ്റെ അനിഷേധ്യമായ ആ സംഘടനാ പാടവത്വം, സംഘടനാ മികവ്. ഒരു പക്ഷേ ഇപ്പോൾ 10 ദിവസമാണ് ഈ പരിപാടി നടത്തുകയാണ്. പക്ഷേ 10 അല്ല 16 ദിവസം പുത്തരിക്കണ്ടം മൈതാനിയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ സംഘടനാ പാടവത്വം കൊണ്ട്, മികവ് കൊണ്ട് 16 ദിവസം വയലാർ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക ഉത്സവം നടന്ന കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. ശ്രീ മണക്കാട് രാമചന്ദ്രൻ, അതുപോലെ ശ്രീ പനമൂട് വിജയകുമാർ, ഗായിക രഞ്ജിനി, പ്രിയമുള്ളവരെ, ചരിത്രമുറങ്ങുന്ന അനന്ത പത്മനാഭൻ്റെ തിരുസന്നിധിയിലും ഭഗവാൻ പഴമങ്ങാടി ഗണപതിയുടെ മുന്നിലും വളരെ പ്രൗഢോജ്വലമായ ഒരു വേദിയാണ് വയലാർ സാംസ്കാരിക വേദി ഒരുക്കിയിരിക്കുന്നത്. സംഗീതത്തിൻ്റെ മാസ്പരമായാജാലത്തിൽ മനുഷ്യ മനസ്സുകളെ സംഗീത സാഗരത്തിൽ ആറാടിക്കുന്ന പ്രിയപ്പെട്ട കവിയുടെ 50ാം ചരമവാർഷികങ്ങളാണ് ഇന്ന് സമുചിതമായി വയലാർ സാംസ്കാരിക വേദി ഇവിടെ ആഘോഷിക്കുന്നത്. നമുക്കറിയാം, മലയാള മനസ്സും മലയാളക്കരയും എന്നെന്നും ഓർക്കുന്ന പ്രിയപ്പെട്ട കവിയാണ് വയലാർ. അദ്ദേഹത്തിൻ്റെ പാവനസ്മരണ നിലനിൽക്കുവാൻ, ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ഒരു വർഷം ഏകദേശം എണ്ണിയാലൊടുങ്ങാത്ത പരിപാടികളാണ് വയലാർ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്നത്. നിരന്തരം പരിപാടികളാണ്. അവിടെ വനിതാവേദിയെക്കുറിച്ച് വളരെ അഭിമാനകരമായി തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. വയലാറിൻ്റെ സ്മരണകൾ ഉയർത്തുന്ന നിരന്തരം പരിപാടികൾ. വയലാർ സാംസ്കാരിക വേദിയുടെ വളരെ ആത്മാർത്ഥമായ ശ്രമഫലമായിട്ടാണ് നമ്മുടെ കവടിയാർ അദ്ദേഹത്തിൻ്റെ പ്രതിമ ശ്രീ മണക്കാട് രാമചന്ദ്രൻ്റെ അഭ്യർത്ഥന മാനിച്ച് സർക്കാർ നഗരസഭയും കൂടെ അവിടെ സ്ഥാപിച്ചത്. പ്രിയപ്പെട്ട വയലാറിൻ്റെ പാവനസ്മരണയ്ക്ക് മുൻപിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകൾ നേരുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നേരത്തെ ശ്രീ PK രാജൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ അഭിഭാഷക വൃത്തത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുകയും അതുപോലെ പോക്സോ കോടതിയിൽ പത്രത്തിൽ ഏറ്റവും കൂടുതൽ പോക്സോ കോടതി കേസ് കഴിഞ്ഞ 2 വർഷം കൊണ്ട് വിധിക്കപ്പെട്ട നീതി ലഭിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അഡ്വക്കേറ്റ് RS വിജയമോഹൻ നമുക്ക് പത്രം മുഖേന എല്ലാവർക്കും അറിയാം. വയലാർ സാംസ്കാരിക വേദിയുടെ പ്രിയ സുഹൃത്ത് ശ്രീ വിജയമോഹനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി. വലിയ വർത്തമാനത്തിനൊന്നും മുതിരുന്നില്ല. എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രിയപ്പെട്ട PKS, സതി ചേച്ചി, മുക്കം ബാലമൂട് രാധാകൃഷ്ണൻ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജയചന്ദ്രൻ, മുഖ്യാതിഥി ജയചന്ദ്രൻ കല്ലിങ്കൽ, മണക്കാട് രാമേന്ദ്രൻ, ഗോപൻ, വിജയകുമാർ, രഞ്ജിനി തുടങ്ങിയ എല്ലാ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും ഒരു വലിയ വേദി കഴിഞ്ഞ 10 വർഷക്കാലം തലസ്ഥാന നഗരത്തിൽ രാഗതാള വിസ്മയത്തിൻ്റെയും നാട്യത്തിൻ്റെയും പാട്ടിൻ്റെയും എല്ലാം സംഗീത സബരിയ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സംഗീത സായാഹ്നം, അതും തലസ്ഥാന നഗരത്തിൽ ഇത്തരത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത്, അതും പത്മനാഭൻ്റെ നടയിൽ, നേരത്തെ പറഞ്ഞതുപോലെ പത്മനാഭൻ്റെ നടയിൽ ഇത്തരം ഒരു വലിയൊരു സംഗീത പരിപാടി നടത്തുമ്പോൾ വയലാർ രാമവർമ്മ സാംസ്കാരിക സമിതിയിലെ പ്രവർത്തകർ നടത്തുന്ന അശ്രാന്ത പരിശ്രമം നമുക്ക് എന്നും അംഗീകരിച്ചു കൊടുത്താലേ പറ്റൂ. മണക്കാട് രാമചന്ദ്രൻ അടക്കമുള്ള എല്ലാവരുടെയും, മണക്കാട് രാമചന്ദ്രൻ നേതൃത്വത്തിലുള്ള എല്ലാവരും ഉള്ള പ്രവർത്തനം എന്നും ശ്ലാഘനീയമാണ്. തലസ്ഥാനത്ത് മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ വയലാറിൻ്റെ പേരിൽ ഇത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പുതിയ കലാകാരന്മാരെ തിരഞ്ഞെടുക്കുവാനും പുതിയ കലാകാരന്മാർക്ക് അവസരം കൊടുക്കുവാനും നേരത്തെ കല്ലിക്കൽ പറഞ്ഞതുപോലെ ഏറ്റവും പുതിയ ആൾക്കാരെ അംഗീകരിച്ചുകൊണ്ട് അവരെ ആദരിക്കുന്നതിലും കാണിക്കുന്ന ഒരു വലിയ ഒരു പ്രവർത്തനം വയലാർ രാമവർമ്മ സാംസ്കാരിക സമിതി മാത്രമാണ് നടത്തുന്നത്. അതിന് മുന്നോട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും 2 കൈയും നോക്കി 2 കൈയും അടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കിക്കൊണ്ട് എല്ലാവരും നമ്മളെ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ടും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഒരു വിജയം. നമ്മുടെ ഹരീഷയുടെ ഇരിപ്പുണ്ട്, സ്ഥിരമായിട്ട് ഈ വേദികളിലെല്ലാം കാണുന്നതാണ്. ഹരീഷ് കിഴക്കോട്ടയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും
ഹരീഷ് കാണുന്നുണ്ട്. എല്ലാവരെയും പേര് ഞാനെടുത്ത് പറയുന്നില്ല, എല്ലാം പരിചയപ്പെടുന്നതാണ്. നമ്മുടെ ഹൃദയരാഗം മ്യൂസിക് ക്ലബിൻ്റെ വേണുഗോപാലേട്ടൻ എത്തുന്നു എന്ന് പറഞ്ഞിരുന്നു. പുള്ളി ഇവിടെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ട്. എന്തായാലും ഞാൻ നീട്ടുന്നില്ല. എന്തായാലും അതിഥി ജയചന്ദ്രൻ കല്ലിങ്കലിനെ കുറിച്ച് ഇത്രയും വലിയൊരു സാഹിത്യകാരൻ 3 പുസ്തകങ്ങളിലൂടെ തന്നെ തൻ്റെ സർവീസ് സ്റ്റോറിയും അടക്കം തൻ്റെ മനസ്സിലുള്ള യാത്രകൾ, തൻ്റെ യാത്രകളെന്നും ചെയ്യുന്നതാണ് കല്ലിങ്കൽ. യാത്രകളെന്നും സ്നേഹിക്കുന്ന, യാത്രകളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കി അതെല്ലാം അക്ഷരങ്ങളിലൂടെ വെച്ച് ജനങ്ങൾ എത്തിക്കുന്ന ആ യാത്രാവിവരണങ്ങൾ എന്നും വളരെ മനോഹരമായിട്ട് എഴുതുന്ന, ബാക്കിയുള്ള നോവലിൻ്റെ ഒരു കഥകളുടെ എല്ലാം അടുത്ത രേഖയിലോട്ട് റിട്ടയർമെൻറ്റ് ജീവിതം, നേരത്തെ PKS പറഞ്ഞതുപോലെ കല്ലിക്കലിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം നമ്മളൊരു സാഹിത്യരംഗത്ത് തന്നെ ഒരു വലിയൊരു മുതൽക്കൂട്ടായി ആവും എന്ന വലിയ പ്രതീക്ഷയിലാണ് ഞാൻ. PKSനെ കുറിച്ച് പറയേണ്ടതില്ല, ഇപ്പോൾ പാട്ട് പാടുമെന്നാണ് പ്രതീക്ഷിച്ചത്, പാടിയില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. മുക്കമ്പൂലൂടായാലും ശരി തന്നെ, രാധാകൃഷ്ണനായാലും ശരി തന്നെ, എല്ലാത്തിനും എന്നും ഇവിടെ ഉള്ള ഇതാണ്. എന്നാലും മണക്കാട് രാമേന്ദ്രൻ്റെ ഇത്തരം പ്രവൃത്തികൾ എന്നും നമ്മൾ അംഗീകരിക്കുന്നു. ഇവിടെ പിറക്കുന്ന എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത അതുപോലെ പ്രധാനപ്പെട്ട നഗരത്തിലെ ആളിലൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. എടുത്ത് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇതും നന്ദി, നമസ്കാരം. മുക്കമ്പാലമോട് രാധാകൃഷ്ണൻ്റെ വാക്കുകൾ കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ 2 ആദരവും കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ചടങ്ങിലോട്ട് പോവുകയാണ്. ആദരണീയ ഉദ്ഘാടകൻ ജയചന്ദ്രൻ കല്ലിങ്കൽജി, ബഹുമാന്യ PKS, ആദരണീയ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ സ്ത്രീകളുടെ അഭിമാനമാണ് നമ്മുടെ RS വിജയമോഹൻ. എത്രയെത്ര പീഡന പ്രതികളെ അകത്താക്കി ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത മഹത് വ്യക്തി. അതുപോലെ സതിത്തമ്പി ചേച്ചി പിന്നെ സൂചിപ്പിച്ചു, ഇതിൻ്റെ എല്ലാം ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള നമ്മുടെ മണക്കാട് രാമചന്ദ്രൻ എന്ന് പറയുന്ന അണ്ണൻ. 2 പേര് തിരുവനന്തപുരത്ത് അണ്ണൻ എന്നുള്ള നാമധേയമുള്ളൂ. ഒന്ന് നിയമസഭയുടെ വളരെ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന വർക്കല രാധാകൃഷ്ണൻ സാർ. അദ്ദേഹത്തിനെ സാറെന്ന് വിളിച്ചാലും അദ്ദേഹം പറയും എന്നെ അണ്ണാന്ന് വിളിച്ചാൽ മതി. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേക ലാംഗ്വേജാണ് നമ്മുടെ കല്ലിങ്കൽ പറഞ്ഞതുപോലെ. അടുത്ത 2ാമത്തെ അണ്ണൻ എന്ന് പറയുന്ന വിഘ്നേശ്വരൻ്റെ അവിടെ ദീപാരാധന മണി അടിച്ചു, മണക്കാടാണ്. നമ്മുടെ കല്ലിങ്കൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവാർഡ് കൊടുക്കുന്നു മണക്കാട് രാമചന്ദ്രൻ. പക്ഷേ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുവാൻ ആരുമില്ല. ആലോചിച്ച് നോക്കണം. സിനിമാ മേഖലയിലുള്ള പല വ്യക്തിമുദ്ര പകർപ്പിച്ച, സർക്കാർ മറന്നുപോയിട്ടുള്ള പല വ്യക്തികളെയും പല ജൂറി, അത് ഉന്നതമായ ജൂറിയാണ്. നമ്മുടെ സൂര്യകൃഷ്ണമൂർത്തി സാറ്, അതുപോലെ നമ്മുടെ ഓണക്കൂർ സാറ്, തമ്പാൻ സാറ് തുടങ്ങിയ പ്രഗത്ഭരായ മലയാളത്തിൻ്റെ മഹാപണ്ഡിതന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജൂറി വെച്ചാണ് അവാർഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മഹാവ്യക്തി അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. രാജാവിൻ്റെ മകൻ, ദേവാസുരം, ജൂബിലി പ്രൊഡക്ഷൻസിൻ്റെ ഓൾ ഇൻ ഓളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മഹത് വ്യക്തിക്ക് തിരുവനന്തപുരം പൗരാവലിയുടെ ഒരു അവാർഡുകൾ ഇതുവരെയും ആരും നല്ലത് കൊടുത്തിട്ടില്ല. പക്ഷേ താമസിക്കാതെ തന്നെ അത്തരത്തിലുള്ള അംഗീകാരം, നേരത്തെ കല്ലിങ്കൽ സൂചിപ്പിച്ചതുപോലെ ഓർഗനൈസേഷൻ പവർ, ഒരു പരിപാടി അദ്ദേഹം നമ്മുടെ സദസ്സിൽ വന്ന് കസേരയിലൊന്നും ഇരിക്കാറൊന്നുമില്ല. എവിടെയെങ്കിലും ഒക്കെ നിന്ന് എങ്ങനെയാണോ ഒരു സിനിമയുടെ സെറ്റ് കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിലെല്ലാം ഓർഗനൈസ് ചെയ്യും. അത് കൂടെയുള്ള ടീം നമ്മളുണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു ഒന്നും പേടിക്കണ്ട. ഇന്ന കാര്യങ്ങൾ ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹം അത് ആസൂത്രണം ചെയ്ത് ഈ തലസ്ഥാന നഗരിയുടെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ വഴിയിൽ ഇന്ന് സർക്കാരിൻ്റെ പല പരിപാടികളിലും, ചലച്ചിത്ര അക്കാദമി ആയാലും സാംസ്കാരിക വേദിയായാലും, വയലാർ സാംസ്കാരിക വേദിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ് അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട് എല്ലാ മീറ്റിങ്ങുകളിലും. അതൊരു എളിയ പ്രവർത്തകനെന്നുള്ള നിലയിൽ എനിക്കും അഭിമാനമാണ്. കാരണം പല സംഘടനകൾ തന്നെ നേരത്തെ കല്ലിങ്കൽ സൂചിപ്പിച്ചു, സർക്കാർ ലക്ഷങ്ങളോളം കൊടുത്ത് വയലാറിൻ്റെ അവാർഡ് കൊടുക്കുന്നു എങ്കിലും അദ്ദേഹം വയലാറിൻ്റെ മകൻ ചരചന്ദ്ര ചേട്ടൻ നമുക്ക് അഭിമുഖം തന്നതിൽ പറഞ്ഞിട്ടുണ്ട്, വയലാർ ആലപ്പുഴയിൽ മുഹമ്മയിൽ പോലും ഇത്തരത്തിലുള്ളൊരു സംഘടനകൾ വയലാറിനെ ഇന്ന് സ്മരിക്കുന്നില്ല. പക്ഷേ നമ്മളെല്ലാം കുളിക്കുമ്പോഴും നടക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും എല്ലാം വയലാറിൻ്റെ 2 വരിയെങ്കിലും മൂളിയായിരിക്കും നമ്മുടെ നിത്യജീവിതം. അതാണ് വയലാറിന് മരണമില്ല എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ വയലാറിന് ഇത്തരത്തിലുള്ളൊരു ആദരവ് കൊടുക്കുവാൻ മണക്കാടിൻ്റെ നേതൃത്വത്തിൽ പിന്നിൽ നമുക്ക് പ്രവർത്തിക്കുവാൻ അനന്തപത്മനാഭൻ്റെ നാട്ടിൽ PKS പറഞ്ഞതുപോലെ നമുക്ക് അഭിമാനമാണ്. എന്നും നീണ്ട 18 വർഷം ഒരു സംഘടനയെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത്
അത്ര എളുപ്പമല്ല. പല ക്ലബ്ബുകളും സംഘടനകളും വന്നാലും നേതൃത്വത്തിൻ്റെ പ്രശ്നത്തിൽ പിളർന്ന് പോകുന്നതല്ലാതെ, പക്ഷേ ഒരേ മനസ്സുകൊണ്ട് ഒരേ വ്യക്തിത്വത്തിൽ പുതിയ വളർന്നു വരുന്ന ഇപ്പോഴത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ AI യുഗത്തിൽ വയലാറിനെ പോലുള്ള ആ ഒരു മനുഷ്യനെ കൊച്ചു പിള്ളരെങ്കിലും സ്മരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തു പോകുന്നു. നീണ്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ഇതുപോലുള്ളവരുടെ എല്ലാം അകമഴിഞ്ഞ സഹായമാണ് ഇത്തരത്തിലുള്ള വലിയ ഇവൻറ്റുകൾ ചെയ്യുവാൻ സാധിക്കുന്നത്. അതിനെ ജഗദീശനൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. ജയ് ഭാരത്. ചടങ്ങ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നടത്തുകയാണ്. ഇന്നത്തെ കലാപരിപാടി അവതരിപ്പിക്കുന്നത്, ഇന്നത്തെ ഗാനസന്ധ്യ അവതരിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയാം, മലയാളത്തിലെ പ്രിയങ്കരിയായ ചലച്ചിത്ര ഗായികയും ചാനലുകളെല്ലാം നിറഞ്ഞു നിന്നിരുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പ്രിയങ്കരിയായ ആതിര മുരളിയാണ്. ആതിര മുരളിയുടെ മനോഹരമായ ഗസൽ ഗാനസന്ധ്യ കുറച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ ഈ വേദിയിൽ ആരംഭിക്കുന്നുണ്ട്. ആതിര മുരളിയെയും ജയേഷിനെയും, ആതിര മുരളിയുടെ ഭർത്താവ് ശ്രീ ജയേഷിനെയും വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആതിര മുരളിയെയും ഒട്ടനവധി മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ പിന്നണി ഗായികയും ചാനൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ചാനലിലെ വിജയും കൂടിയാണ് ആതിര മുരളി. ആതിര മുരളിയെയും ജയേഷിനെയും ഞങ്ങളുടെ ചെറിയ സ്നേഹോപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് സ്വീകരിക്കുകയാണ്. എല്ലാവരെയും കൈയടിച്ച്, ആതിരെ എല്ലാവർക്കും അറിയാം, എല്ലാവരെയും കൈയടിച്ച് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ ഗായിക ആതിര മുരളി. അതുപോലെ അവരുടെ പാതിയായ ഭർത്താവ് ശ്രീ ജയേഷിന് അഡ്വക്കേറ്റ് RS വിജയമോഹൻ ആദരിക്കുന്നു. അതുപോലെ ഇന്നിവിടെ ഇത് കഴിഞ്ഞുകൊണ്ട് ഒരു 1 മാൻ ഷോയിലൂടുകൂടി നമുക്കൊക്കെ അറിയാവുന്ന ഫ്ലവേഴ്സ് ചാനൽ ഉൾപ്പെടെ നിരവധി ചാനലിൽ 1 മാൻ ഷോയിലൂടെ കാണികളെ വിസ്മയിപ്പിച്ച ഷൈജു നെല്ലിക്കാടിനെ ഞങ്ങളുടെ സ്നേഹ ഉപഹാരമായി ആദരിക്കുന്നു. അടുത്തായിട്ട് യോഗത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രിയങ്കരിയായ ഗായിക, മലയാളത്തിൻ്റെ പ്രിയങ്കര ഗായിക ശ്രീ രഞ്ജിനി സുധീറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയിൽ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നവർക്കും ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവർക്കും സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്നവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെയും വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.